ഓക്കെ, നമ്മൾ വീഡിയോ നമ്പർ 20-ൽ നമ്മൾ പറയാൻ പോകുന്നത് കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും വളരെ സിമ്പിളായിട്ട് നമുക്ക് എക്സാമിനേഷനൊക്കെ എങ്ങനെ പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. പിന്നെ കണ്ടിന്യൂറ്റി തന്നെ നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. അതിൻ്റെ ടൈപ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഇതൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ തൽക്കാലം കണ്ടിന്യൂറ്റി എന്താണെന്നും ഡിഫറൻഷ്യബിലിറ്റി എന്താണെന്നും പഠിക്കുക. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യം ഞാൻ കണ്ടിന്യൂറ്റിനെ കുറിച്ച് പറയാം. കണ്ടിന്യൂറ്റീൻ്റെ മലയാളം വാക്കെന്താ? തുടർച്ച. ഇപ്പം നമ്മളൊരു ഗ്രാഫൊക്കെ വരക്കുന്ന സമയത്ത് f(x) = x എന്ന് പറയുന്ന ഗ്രാഫ് വരക്കും. ഇപ്പം എങ്ങനെ വരക്കുക? f(x) = x എന്ന് പറഞ്ഞാൽ y = x എന്നല്ലേ? f(x) = y അല്ലേ? x 1 കൊടുക്കുമ്പോൾ നമുക്ക് y 1 കിട്ടും. ഇത് x ആക്സിസ്, ഇത് y ആക്സിസ്. x 1 കൊടുക്കും y 1, അപ്പോൾ ഇവിടെ പോട്ട് ചെയ്ത്. x 0 കൊടുക്കും y 0, ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്ത്. പിന്നെ ഇവിടെ x 2 കൊടുക്കും y 2, എല്ലാ പോയിന്റും ഇങ്ങനെ മാർക്ക് ചെയ്ത് നമുക്ക് ഗ്രാഫ് ഇങ്ങനെ കിട്ടും, സ്ട്രെയിറ്റ് ലൈനായിട്ട്. ഇതിങ്ങനെ നമുക്ക് ഇവിടെയുള്ള ഓരോ എക്സുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഓരോ വൈകളുണ്ട് ഇങ്ങനെ. അങ്ങനെയാണ് നമ്മളിത് പ്ലോട്ട് ചെയ്ത് ഇങ്ങനെ നീളത്തിൽ ഗ്രാഫ് ഇങ്ങനെ വരച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ തുടർച്ചയായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളതിനെ തുടർച്ചയുണ്ട് അഥവാ കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് പറയും. എന്താ പറയുക? കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് നമ്മൾ പറയും. അപ്പോൾ f(x) = x കണ്ടിന്യൂസ് ആണ്, കംപ്ലീറ്റ് റിയൽ ലൈൻ. നമ്മൾ റിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് x ആക്സിസ് റിയൽ ലൈനായിട്ട് എടുക്കുക. ഇനി ഏതെങ്കിലും ഒരു ഗ്രാഫിന് നമ്മൾ ഗ്രാഫ് ഇങ്ങനെ വരച്ച് പിന്നെ ഇങ്ങനെ ആയിപ്പോയി. ഇവിടെ ഒരു ചെറിയ ബ്രേക്ക് വന്നാണ്ടോ? ഇങ്ങനെ ബ്രേക്ക് വന്നാൽ നമ്മൾ പറയുന്നത് ഇതിന് കണ്ടിന്യൂറ്റി ഇല്ല, അതായത് തുടർച്ചയില്ല. ഇത് ഡിസ്കണ്ടിന്യൂഡ് ആണ്. ഈ ഫംഗ്ഷൻ എന്താണ്? ഡിസ്കണ്ടിന്യൂഡ്. അവിടെ ബ്രേക്കായി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ പല ടൈപ്പിൽ ബ്രേക്ക് വരാം. ആ പല ടൈപ്പിൽ ബ്രേക്ക് വരുന്നതിന് നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നുണ്ട്. ഡിസ്കണ്ടിന്യൂറ്റി. അതിൽ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയും, ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ് ഉണ്ട്. പിന്നെ വേറെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ റിമൂവൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അതൊക്കെ ഞാൻ പറയാം. ഇതിൽ 3 ടൈപ്പാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഒരു മിക്സഡ് ഉണ്ട്. റിമൂവബിൾ, ഫസ്റ്റ് കൈൻഡ്, സെക്കൻഡ് കൈൻഡ്, മിക്സഡ്. ഈ 4 ടൈപ്പാണ് ഡിസ്കണ്ടിന്യൂറ്റി, അതായത് ബ്രേക്ക് വരുന്ന സമയത്ത് സംഭവിക്കുന്നത്. ഇനി കണ്ടിന്യൂറ്റി എന്താണെന്ന് തുടർച്ചയാണെന്നും ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഗതി ബ്രേക്ക് വരും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെ പറയാം? നമ്മൾ എങ്ങനെ പറയും? അതാണ് പറയുന്നത്. കണ്ടിന്യൂറ്റിയുടെ മാത്തമാറ്റിക്സ് എങ്ങനെ മാത്തമാറ്റിക്കലി നമ്മൾ പറയും? നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ഗ്രാഫ് വരക്കുന്ന സമയത്ത് ഇത് x ആക്സിസ്, ഇത് y ആക്സിസ് അല്ലേ? ഗ്രാഫ് വരക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഒരു ഗ്രാഫ് ഞാൻ പ്ലോട്ട് ചെയ്തു. ഇവിടെ എത്തി. ഇങ്ങനെ ഒരു ഗ്രാഫ് ഞാനിങ്ങനെ വരച്ചിരിക്കുക. അപ്പോൾ ഞാൻ x = 0 എന്ന് പറയുന്നത്, ഇത് x = 0 അല്ലേ? x = 0. ഇവിടെ നമ്മൾ 0 1 2 3 4 അങ്ങനെ മാർക്ക് ചെയ്യാം. 1 2 3 x ആക്സിസ് അല്ലേ? ഇപ്പുറത്ത് -1 -2 -1. പിന്നെ നമ്മളോട് ചോദിക്കുന്നത് ഈ ഫംഗ്ഷൻ x = 0 കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിക്കുന്നു. x = 0 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ x = 0 മാത്തമാറ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയും ആ x = 0 ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യം ചോദിക്കുക. ലിമിറ്റ് എക്സിസ്റ്റ്. എന്താ ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ? ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ 0 ആണ്.
ഇതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള പോയിൻറ്റ്സുകൾ, ഇതിൻ്റെ തൊട്ട് എക്സിൻ്റെ നൈബർഹുഡിലുള്ള പോയിന്റുകൾ ഇപ്പുറത്തും ഉണ്ടാവും അപ്പുറത്തും ഉണ്ടാവും അല്ലേ. ഇതല്ല എക്സ് ഈക്വൽ 0. ഇപ്പുറത്തുള്ള പോയിന്റുകൾ നമ്മൾ, ഇതാണ് ഇപ്പുറത്തുള്ള പോയിന്റുകൾ. ഇതിന് ഇപ്പുറത്തുള്ള ഇടത്തെ സൈഡിലുള്ള പോയിന്റ് നമ്മൾ എന്ത് വിളിക്കൂ? എക്സ് ടെൻസ് ടു 0 മൈനസ് എന്ന് വിളിക്കൂ. എന്താ 0 മൈനസ് എന്നുള്ള? പൂജ്യത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള പോയിന്റ്സിനെയാണ് 0 മൈനസ് എന്ന് പറയുന്നത്. പൂജ്യത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള പോയിന്റ്സിനെ എന്ത് വിളിക്കുന്നത്? 0 മൈനസ്. ഇനി ഈ പോയിന്റ്സ് അല്ലേ, പൂജ്യത്തിൻ്റെ വലത്തെ സൈഡിലുള്ള ഈ പോയിന്റ്സ് അല്ലേ, ഈ പോയിന്റ്സ് നമ്മൾ എന്ത് വിളിക്കൂ? എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്ന് പറയും. 0 പ്ലസ് എന്ന് പറഞ്ഞാൽ പൂജ്യത്തിൻ്റെ വലത്തെ സൈഡ് എന്ന് അർത്ഥം. പൂജ്യത്തിൻ്റെ വലത് സൈഡ്. ഓക്കെ, അപ്പോൾ ഇത് പൂജ്യത്തിൻ്റെ ഇടത്തെ സൈഡോ പൂജ്യത്തിൻ്റെ വലത്തെ സൈഡോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ 0 മൈനസ് ഇങ്ങനെ എഴുതും. ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 മൈനസ് എന്ന് പറഞ്ഞാൽ ഇടത്തെ സൈഡിൽ നിന്ന് പൂജ്യത്തിലേക്ക് ഇങ്ങനെ നമ്മൾ സഞ്ചരിച്ച് പൂജ്യത്തിലേക്ക് പോകുക എന്നർത്ഥം. ഇടത്തെ സൈഡിൽ നിന്ന് പൂജ്യത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ച് പൂജ്യത്തിലേക്ക് പോവുക. അതേപോലെ വലത്തെ സൈഡിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് പൂജ്യത്തിലേക്ക് വരുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? വലത്തെ സൈഡിൽ സഞ്ചരിച്ച് പൂജ്യത്തിലേക്ക് വരുന്നതിനെ നമ്മൾ വിളിക്കും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്ന് പറയും. 0 പ്ലസും 0 മൈനസും അത് മനസ്സിലാക്കുക. നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് ഏതോ ഒരു ഗ്രാഫാണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു ഗ്രാഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വേണം മോഡെക്സ് എടുക്കാം. മോഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് 0 കൊടുക്കുമ്പോൾ ഇവിടെയാണ് പോയിന്റ് വരിക. എക്സ് 1 കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 1. അപ്പോൾ ഇവിടെ എക്സ് 1 ആകുമ്പോൾ y 1, എക്സ് 2 ആകുമ്പോൾ മോഡ് 2. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. വലത്തെ സൈഡ് ഇങ്ങനെ ഉണ്ടാവും. ഇനി ഇടത്തെ സൈഡിൽ 0 കൊടുത്താൽ -1 കൊടുത്താൽ മോഡുലസ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ 1. അപ്പം -1ൻ്റെ ഇമേജ് -1. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് വലത്തെ സൈഡ്, ഇത് ഇടത്തെ സൈഡ്. ഈ ഗ്രാഫ് എക്സ് ഈക്വൽ 0 കണ്ടിന്യൂസ് ആണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. എഫ് ഓഫ് എക്സ് ഈക്വൽ മോഡ് എക്സ് എക്സ് ഈക്വൽ 0 കണ്ടിന്യൂസ് ആണ് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇടത്തെ സൈഡിൽ മാർക്ക് ചെയ്യുന്നത് പച്ച കൊണ്ടും വലത്തെ സൈഡിൽ ചുവപ്പ് കൊണ്ടല്ല മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇടത്തെ സൈഡിൽ നിന്ന് ഞാൻ പച്ച വെള്ളം ഈ ഇടത്തെ സൈഡിൽ നിന്ന് ഈ പോയിന്റ്സൊക്കെ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഐഡിയ ഇവിടെ എങ്ങനെയല്ലേ. വലത്തെ സൈഡിലെ പോയിന്റ്സൊക്കെ പ്ലോട്ട് ചെയ്തതാണ്. വലത്തെ സൈഡിലെ പോയിന്റ്സൊക്കെ ഇവിടെ എങ്ങനെ പ്ലോട്ട് ചെയ്യും? ഇവിടെയുള്ള പോയിന്റുകൾ ഇവിടേക്ക് മാപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന ഇവിടുന്ന് മൂവ് ചെയ്യുമ്പോൾ ഈ ഗ്രാഫ് എടുത്തേക്ക് വരും, ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇവിടത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ ഗ്രാഫ് ഇങ്ങോട്ട് ഇവിടത്തേക്ക് 0ലേക്ക് വരുന്നില്ലേ, അതിനെ നമ്മൾ എന്ത് വിളിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയും. എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്നാൽ പൂജ്യത്തിൻ്റെ വലത്തെ സൈഡിൽ നിന്ന് പൂജ്യത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക. അന്നേരം ഈ ഗ്രാഫ് ഇതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാഫ്. ഈ ഇവിടെയുള്ള ഫങ്ഷൻ ഓഫ് എക്സിൻ്റെ ഇമേജുകൾ എടുത്തേക്ക് ഇങ്ങനെ വരണോ? ഈ സ്ഥലത്തേക്ക് വരണം. അതിനാണ് ലിമിറ്റ് എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ വലത്തെ സൈഡിൽ നിന്ന് പൂജ്യത്തിൽ നിന്ന് ഇവിടത്തേക്ക് ഇങ്ങനെ വലത്തെ സൈഡിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ ഈ മോഡെക്സ് എന്ന് പറഞ്ഞ ഗ്രാഫ് എടുത്തേക്ക് സഞ്ചരിക്കൂ, അത് പൂജ്യത്തിലേക്ക് സഞ്ചരിക്കും. അപ്പോൾ എക്സ് വലത്തെ സൈഡിൽ നിന്ന് പൂജ്യത്തിലേക്ക് വരുമ്പോൾ എഫ് ഓഫ് എക്സ് എടുത്തേക്ക് പോകും, പൂജ്യത്തിലേക്ക് പോകും. ഇനി എഫ് ഓഫ് എക്സ് മോഡെക്സ് അല്ലേ, എക്സ് ഈക്വൽ 0 ആണെങ്കിൽ ഇതിൻ്റെ ഇമേജ് എത്രയാ? എഫ് ഓഫ് 0ൻ്റെ ഇമേജ് എത്രയാ? പൂജ്യത്തിൻ്റെ ഇമേജ് 0 ആണ്. ഇനി നമുക്ക് ഇടത്തെ സൈഡിൽ നിന്ന് മൂവ് ചെയ്ത് നോക്കാം. എക്സ്റ്റൻസ് 0 മൈനസ് 0ൻ്റെ ബാക്കിൽ നമ്മൾ 0ലേക്ക് പോകുമ്പോൾ ഈ എഫ് ഓഫ് എക്സുകൾ ഇടത്തേക്ക് സഞ്ചരിക്കൂ, അതും 0ലേക്ക് സഞ്ചരിക്കും. അപ്പോൾ നമ്മൾ എഴുതി വെക്കും ഇടത്തെ സൈഡിൽ നിന്ന് നമ്മൾ 0ലേക്ക് സഞ്ചരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ എഫ് ഓഫ് എക്സുകൾ ഇടത്തെ 0ൻ്റെ ബാക്കിൽ നിന്ന് നമ്മൾ 0ലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ എഫ് ഓഫ് എക്സുകൾ ഇടത്തേക്ക് മൂവ് ചെയ്യും, അതും ഇടത്തേക്ക് പോകും, 0ലേക്ക് പോകും. കണ്ട, അപ്പോൾ നമ്മൾ എന്താ നോക്കിയിരിക്കുന്നത്? ഇടത്തെ സൈഡിൽ നിന്ന് 0ലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇമേജ് 0ലേക്ക് വരും. 0ൻ്റെ ഇമേജ് 0. ഇനി വലത്തെ സൈഡിൽ നിന്ന് പൂജ്യത്തിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഇടത്തേക്ക് പോയി, പൂജ്യത്തിലേക്ക് പോയി. ഇത് മൂന്നും സെയിം ആയില്ലേ? അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇടത്തെ സൈഡിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ ഇത് താഴോട്ടേക്ക് 0ലേക്ക് ഇറങ്ങണം. വലത്തെ സൈഡിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ അത് ഗ്രാഫിലൂടെ തുടങ്ങി 0ലേക്ക് വരണം. പിന്നെ 0ൻ്റെ ഇമേജ് അവിടെ തന്നെ ഉണ്ടാകുന്നില്ല. ഇത് 3 ഈക്വൽ ആകുമ്പോൾ നമ്മൾക്ക് ഗ്രാഫ് കറക്റ്റായിട്ട് എന്ത് ചെയ്യും? ഗ്രാഫ് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി അങ്ങ് പോകും.
അപ്പോൾ എന്താ ഇതിന് മീനിങ് എന്ന് പറഞ്ഞാൽ പൂജ്യത്തിൻ്റെ നൈബർഹുഡ്. എന്താ പൂജ്യത്തിൻ്റെ നൈബർഹുഡ്? പൂജ്യത്തിൻ്റെ ഇടത്തേ സൈഡിലുള്ള പോയിന്റും പൂജ്യത്തിൻ്റെ വലത്തേ സൈഡിലുള്ള പോയിന്റും പൂജ്യത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ മാപ്പ് ചെയ്യണം. ഇതിനാണ് ഇതിൻ്റെ അർത്ഥമുള്ളൂ. പൂജ്യത്തിൻ്റെ ഇടത്തേ സൈഡിലുള്ള പോയിന്റും പൂജ്യത്തിൻ്റെ വലത്തേ സൈഡിലുള്ള പോയിന്റും പൂജ്യത്തിൻ്റെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പൂജ്യത്തിൻ്റെ തൊട്ടടുത്ത് ഉദ്ദേശിക്കുന്നത് ഇത് പൂജ്യമല്ലേ? നമ്മൾ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ പൂജ്യത്തിൻ്റെ ഇപ്പുറത്തുള്ള പോയിന്റുകൾ ഇവിടെ തന്നെ മാപ്പ് ചെയ്യണം. പൂജ്യത്തിൻ്റെ വലത്തേ സൈഡിലുള്ള പോയിന്റ് ഇവിടെ തന്നെ ഇങ്ങനെ മാപ്പ് ചെയ്യണം. എന്നാലും മാത്രമേ ഗ്രാഫ് കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ചെടുക്കാൻ പറ്റൂ. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇടത്തേ സൈഡിലുള്ള ഇതിനെ നമ്മൾ ഇടത്തേ സൈഡ് ലിമിറ്റ് എന്ന് പറയും, ഇതിനെ വലത്തേ സൈഡ് ലിമിറ്റ് എന്ന് പറയും. ഇത് അറ്റ് ദ പോയിന്റ് 0 ഇമേജ്. ഇത് മൂന്നും സെയിം ആകുമ്പോൾ നമുക്ക് ഗ്രാഫ് കറക്റ്റായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ പൂജ്യത്തിൽ ഇറങ്ങി അങ്ങോട്ട് പോകും. അതിനെ നമ്മൾ പറയുന്നത് കണ്ടിന്യൂറ്റി എന്ന് പറയും. ഇത് മൂന്നും കറക്റ്റായിട്ട് നടന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ കറക്റ്റായിട്ട് 0 വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 0 കടന്ന് പാസ് ചെയ്ത് അങ്ങ് പോകും. ഓക്കെ. അപ്പോൾ ഇതിനെ നമ്മൾ പറയും, ഇതിനെ വലത്തേ സൈഡ് ലിമിറ്റ്, ഇടത്തേ സൈഡ് ലിമിറ്റ്, ഇത് വലത്തേ സൈഡ് ലിമിറ്റ്, ഇത് പൂജ്യത്തിലുള്ള പോയിന്റ്. ഇത് മൂന്ന് സെയിം ആകുന്ന സമയത്താണ് നമുക്ക് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പച്ചയും ഈ ചുവപ്പും ഇല്ലേ, ഇത് വലത്തേ സൈഡിൽ ഇടത്തേ സൈഡിലെ, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ വിളിക്കുന്ന പേര്, വലത്തേ സൈഡിലെ ഇടത്തേ സൈഡിനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആ വിളിക്കുന്ന പേരാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 f(x) എന്ന് പറയും. എന്താ വിളിക്കുക? ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 f(x) എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇടത്തേ സൈഡിൽ നിന്ന് മൂവ് ചെയ്താലും വലത്തേ സൈഡിൽ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാലും, സീറോൻ്റെ ഇടത്തേ സൈഡിൽ നിന്ന് വലത്തേ സൈഡിൽ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാലും ഉള്ള സംഗതിനെ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എഴുതുന്നതാണ് ലിമിറ്റ് എക്സ്റ്റെൻഡ് 0. പൂജ്യത്തിൻ്റെ വലത്തേ സൈഡ് 4 ഇടത്തേ സൈഡ് 4 മൂവ് ചെയ്തിട്ട് f(x). അത് എന്തിന് സെയിം ആണോ? അത് പൂജ്യത്തിൻ്റെ ഇമേജ് f(0), സീറോൻ്റെ ഇമേജിന് സെയിം ആവുക. ഓക്കെ. ഇത് ഈ സാധനം എന്ന് പറയുന്നത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതിയതാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 പ്ലസ് f(x)ഉം ലിമിറ്റ് എക്സ്റ്റെൻസ് 0 മൈനസ് f(x)ഉം കൂടി കൂട്ടി എഴുതിയ സാധനമാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 f(x). മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അത്രയും കാര്യം നമ്മൾ മനസ്സിലായി. അപ്പോൾ മോഡെക്സ് എന്ന് പറയുന്ന സാധനം എവിടെ കണ്ടിന്യൂസ് ആണ്? x = 0 കണ്ടിന്യൂസ് ആണ്. മാത്രമല്ല മോഡെക്സ് കണ്ടിന്യൂസ് ആണ് നോക്കിയാൽ മാത്തമാറ്റിക്കലി ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മോഡെക്സ് ആണ് ഗ്രാഫ് ഇതാ ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങ് കാര്യം പോവുക. ഈ സാധനം ഏത് പോയിന്റിലായാലും റിയൽ ലൈനിലെ ഏത് പോയിന്റിലായാലും ഈ സാധനം എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മാപ്പിംഗ് കിട്ടും. അപ്പോൾ ഈ മോഡെക്സ് എന്ന് പറയുന്ന ഈ ഗ്രാഫ് ഹോൾ റിയൽ ലൈനിൻ്റെ മുകളിൽ, ഇത് റിയൽ ലൈനാണ്, എക്സ് ആക്സിസ് റിയൽ ലൈനാണ്, ഹോൾ റിയൽ ലൈനിൻ്റെ മുകളിൽ സകല സ്ഥലത്തും ഈ സാധനം എന്താണ്? കണ്ടിന്യൂസ് ആണ്. സകല സ്ഥലത്തും കണ്ടിന്യൂസ് ആണ് നമ്മൾ പറയും. ഇനി നമ്മൾ ഇതിൻ്റെ ഡിസ്കണ്ടിന്യൂറ്റിനെ കുറിച്ച് നമുക്ക് പറയാം. ഡിസ്കണ്ടിന്യൂറ്റി, ഒരു ഗ്രാഫിൻ്റെ ഡിസ്കണ്ടിന്യൂറ്റി എങ്ങനെ ഒക്കെ സംഭവിക്കാം? ഡിസ്കണ്ടിന്യൂറ്റി സംഭവിക്കുന്നതിൻ്റെ ഒരു കാരണങ്ങളിലൊന്ന് ഫങ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ഫങ്ഷൻ ആ പോയിന്റിൽ എന്തായിരിക്കും? നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. അല്ലെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a f(x) ഡസ് നോട്ട് എക്സിസ്റ്റ്. അല്ലെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ. ഫങ്ഷൻ ഓഫ് എ നോട്ട് ഡിഫൈൻഡ്. അത്ര മതി, അത് മതി ഫങ്ഷൻ ഓഫ് എ. അപ്പോൾ ഇതിൻ്റെ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നോക്കിക്കോളാം നിങ്ങൾ. നമ്മൾ f(x) = 1/x. ഈ ഫങ്ഷൻ അറ്റ് x = 0 നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ നമ്മൾ പറയും ഈ ഫങ്ഷൻ ഡിസ്കണ്ടിന്യൂഡ് ആണ്. ഈ ഫങ്ഷൻ എവിടെ ഡിസ്കണ്ടിന്യൂഡ് ആണ്? ഡിസ്കണ്ടിന്യൂസ് ആണ് അറ്റ് x = 0. ഇനി വേറെ ഒരു സംഭവം പറയാം. നമ്മൾ ഗ്രാഫ് വരച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് വരച്ച് ഇത് എക്സ് <0 ആണ്, ഇത് 0 ആണ്, ഇത് x > 0. അതായത് പോസിറ്റീവ് x ആക്സ്, ഇത് നെഗറ്റീവ് x ആക്സ്, ഇത് x = 0. നമ്മുടെ ഗ്രാഫ് ഇവിടെ ഇങ്ങനെ വന്ന് 0 എത്തിയിട്ടില്ലേ, ഇവിടുന്ന് പിന്നെ 0 ഇങ്ങോട്ട് കടന്നു. 0 ഇമേജ് വരുന്നത്
പൂജ്യത്തിൻ്റെ എക്സ് ഈക്വൽ ടു സീറോൻ്റെ ഇമേജ് ഇവിടെയുള്ള 1 ആയിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഗ്രാഫിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0 ആൻഡ് എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 0ൽ എഫ് ഓഫ് എക്സ് എത്രയാണ് 1. ഇങ്ങനെ വിളിച്ചെന്നായിരിക്കും. ഇത് നിങ്ങൾ നോക്ക്, നെഗറ്റീവ് സൈഡിലുള്ള എല്ലാത്തിൻ്റെ ഇമേജ് നെഗറ്റീവ് എക്സ് ആയിക്കോട്ടെ, -x ആണ്. ഇങ്ങനെ ഒന്ന് വിചാരിച്ചു ഇതായിക്കോട്ടെ. അപ്പോൾ നെഗറ്റീവ് ഒന്നിൻ്റെ ഇമേജ് 1, -0.5 ഇമേജ് 0.5. കാരണം ഇവിടെ കൊടുത്താൽ -0.5 ആണെങ്കിൽ നെഗറ്റീവ് എന്നുണ്ട് 0.5 ഇത് ശരിക്കും മോഡെക്സിൻ്റെ ഗ്രാഫാണേ. അപ്പോൾ നമ്മളിങ്ങനെ ഗ്രാഫ് ഇവിടുന്ന് ഇങ്ങനെ പോകുന്നതോറും ഇവിടെ പ്ലോട്ടിങ് കിട്ടി. പക്ഷേ 0 എത്തും മുമ്പിട്ടുള്ള ഇവിടെ ഉണ്ടാവും. പക്ഷെ 0 ആകുന്ന സമയത്ത് ആ പൂജ്യത്തിൻ്റെ ഇമേജ് അടുത്തേക്ക് പോയി കഴിഞ്ഞു 1ലേക്ക്. അപ്പോൾ ശരിക്കും ഗ്രാഫ് ഇങ്ങനെ വന്ന് ഇവിടെ ഒരു ഗ്യാപ്പ് സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ കടന്നുപോയി. പൂജ്യത്തിൻ്റെ ഇമേജ് അവിടെ ഇല്ല, പൂജ്യത്തിൻ്റെ ഇമേജ് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ ഇടത്തെ സൈഡ് ലിമിറ്റ് എക്സ്റ്റൻസ് 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലിമിറ്റ് എക്സ്റ്റൻസ് 0 ടു 0 പ്ലസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലിമിറ്റ് എക്സ്റ്റൻസ് 0 പ്ലസും കാണണമെങ്കിൽ ഇങ്ങനെ മതി. ലിമിറ്റ് എക്സ്റ്റൻസ് 0 എഫ് ഓഫ് എക്സ് എന്താ നോക്കാം. ലിമിറ്റ് എക്സ്റ്റൻസ് 0 എഫ് ഓഫ് എക്സ് 0 പറഞ്ഞാൽ നെഗറ്റീവ് ആകുന്ന സമയത്ത് -x അല്ലേ. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റൻസ് ടു നിങ്ങളിങ്ങനെ എഴുതണേ 0 എഫ് ഓഫ് എക്സ് എത്രയാ -x. എന്നിട്ട് ഇങ്ങനെ എഴുതിയതിന് ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പിൽ എക്സ്റ്റൻസ് 0 പറഞ്ഞാൽ പൂജ്യത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് പൂജ്യത്തിലേക്ക് പോകുമ്പോൾ ഈ സാധനം എന്തായി, എഫ് ഓഫ് എക്സ് എന്തായി പോകും, എക്സിന് 0 കൊടുത്താൽ മതി. -0 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ ഇടത്തെ സൈഡിൻ്റെ ലിമിറ്റ് 0 കിട്ടി. ഇനി വലത്തെ സൈഡ് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എത്രയാ 0 പ്ലസ് എന്ന് പറഞ്ഞാൽ വലത്തെ സൈഡിൽ നിന്ന് 0ലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ എഫ് ഓഫ് എക്സ് എത്രയാ, വലത്തെ സൈഡ് മൂവ് ചെയ്യുമ്പോൾ എക്സ് ആണ്. അപ്പോൾ പൂജ്യത്തിൻ്റെ വലത്തെ സൈഡിൽ നിന്ന് നമ്മൾ പൂജ്യത്തിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വലത്തെ സൈഡിൽ നിന്ന് പൂജ്യത്തിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ എക്സ് എന്തായി മാറും, എക്സ് 0 അങ്ങനെ ഇനി 0 കൊടുത്ത് വെച്ചാൽ മതി, അതും 0. അപ്പോൾ ഇടത്തെ സൈഡിൽ ഇങ്ങനെ വന്ന് അപ്പം ഫംഗ്ഷൻ 0ലേക്ക് ഇറങ്ങും. വലത്തെ സൈഡിൽ ഇങ്ങനെ വന്ന് ഫംഗ്ഷൻ 0ലേക്ക് ഇറങ്ങും. പക്ഷേ പൂജ്യത്തിൻ്റെ ഇമേജ് എവിടെയുള്ളത്, പൂജ്യത്തിൻ്റെ ഇമേജ് 1 അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുക ഇടത്തെ സൈഡും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, വലത്തെ സൈഡും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇടത്തെ സൈഡ് എക്സിസ്റ്റ് ചെയ്ത് വലത്തെ സൈഡ് എക്സിസ്റ്റ് ചെയ്ത് പക്ഷേ ആ പർട്ടിക്കുലർ എഫ് ഓഫ് 0ൻ്റെ ഇമേജ് 1 അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഇടത്തെ സൈഡും വലത്തെ സൈഡും എക്സിസ്റ്റ് ചെയ്യുക, ആ സാധനം മാത്രം മുകളിലേക്ക് പോവുക. ഇങ്ങനെ നമ്മൾ പറയും. ഈ ഡിസ്കണ്ടിന്യൂറ്റി നമ്മൾ വിളിക്കുന്ന പേര് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ്. എന്താ വിളിക്കുക? നമ്മൾ വിളിക്കുന്ന പേര് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. എന്തുകൊണ്ടാണ് റിമൂവബിൾ? നമ്മൾ ഈ പൂജ്യത്തിൻ്റെ ഇമേജ് ഇവിടെ അല്ലേ വന്നേ, ആ പൂജ്യത്തിൻ്റെ ഇമേജ് 1 നമ്മൾ റീഡിഫൈൻ ചെയ്യുക. ഇതിനെ തള്ളിയിട്ട് നമ്മൾ ഇവിടത്തേക്ക് കൊണ്ടുവരിക. ഈ തള്ളി ഇവിടേക്ക് ഈ ഇമേജിനെ 1 എന്ന ഇമേജ് തള്ളി ഇവിടത്തേക്ക് കഴിയുമ്പോൾ എഫ് ഓഫ് 0 എന്തായി മാറും, പൂജ്യത്തിൻ്റെ ഇമേജ് എന്തായി മാറും, 0 എന്നാവും. അപ്പോൾ ഗ്രാഫ് ശരിക്കും ഇവിടത്തേക്ക് വന്ന് ഇങ്ങനെ ഇറങ്ങി പോകില്ലേ, അപ്പോൾ കണ്ടിന്യൂസ് ആയില്ലേ. അപ്പോൾ നമുക്ക് ഈ കണ്ടിന്യൂറ്റി ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരു പോയിന്റിൽ മാത്രമേ പ്രശ്നം ഉണ്ട്, അതിനെ തള്ളി ഇങ്ങോട്ടായി കഴിഞ്ഞാൽ സംഗതി റിമൂവ് ആയി. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കും റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. എന്താ വിളിക്കുക? ഇതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഈ ഡിസ്കണ്ടിന്യൂറ്റി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി നടക്കുന്ന സമയത്തും നമുക്ക് ഇടത്തെ സൈഡ് എക്സിസ്റ്റ് ചെയ്ത് വലത്തെ സൈഡിൽ എക്സിസ്റ്റ് ചെയ്ത്, പക്ഷേ ഇത് നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ മാത്തമാറ്റിക്കലി എഴുതുക. ഇടത്തെ സൈഡും എക്സിസ്റ്റ് ചെയ്ത് വലത്തെ സൈഡും എക്സിസ്റ്റ് ചെയ്ത്
അത് രണ്ട് ഈക്വലാണ്. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് സീറോ. പക്ഷെ ആ സീറോൻ്റെ ഇമേജിന് ഈക്വൽ ചെയ്യല്ലോ. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് നമ്മളിങ്ങനെ എഴുതുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് സീറോ. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിക്കൂടെ, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എന്താണ്, എഫ് ഓഫ് സീറോ. അപ്പോൾ ഈ കേസ് നമ്മൾ റിമൂവൽ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിമൂവൽ ഡിസ്കണ്ടിന്യൂറ്റി ആണ് എഴുതി കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കേസിനെ കുറിച്ച് പറയാം. എന്താ വേറെ ആ കേസ് നോക്കാം. ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ്. ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്താ നോക്കാം. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, എന്താണെന്ന് പറഞ്ഞാൽ ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്, ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി. എന്താ ജമ്പ് നോക്കാം. ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗ്രാഫ് ഇങ്ങനെ വരച്ചെന്നിരിക്കുക. നമ്മൾ ഗ്രാഫ് വരച്ചിട്ട് ഇത് ഇടത്തെ സൈഡ് സീറോ, ഇത് സീറോ ആണ്, ഇത് എക്സ്റ്റൻസ് സീറോ മൈനസ്, ഇത് സീറോ പ്ലസ്, അതായത് പോസിറ്റീവ് നെഗറ്റീവ്, ബാക്കിൽ നിന്ന് സീറോയിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് എന്ന് പറയും, വലത്തെ സൈഡ് സീറോ പ്ലസ്. നമ്മൾ ഗ്രാഫ് ഇങ്ങനെ വരച്ച് വിടുകയാണ്. ഗ്രാഫ് ഇവിടുത്തെ ഈ ഇടത്തെ സൈഡിൽ പ്ലോട്ട് ചെയ്ത് നമ്മൾ ഇവിടെ എത്തി, പൂജ്യത്തിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. പക്ഷെ പൂജ്യത്തിൻ്റെ വലത്തെ സൈഡിലുള്ള സാധനം ഈ ഒന്നൊന്ന് പൂജ്യത്തിന് തൊട്ടിപ്പുറത്തുള്ള സാധനം ഇല്ലേ, അത് ഇവിടുന്നാണ് പോകണം. ഇങ്ങനെ പോകണം, ഇവിടെ തൊട്ടിക്കില്ലേ, ഇവിടെ തൊട്ടിക്കില്ല, വളരെ ഈ സീറോ വരെയുള്ള സാധനം ഇവിടെ ഉണ്ട്. ഇവിടെ ചെറിയൊരു പൂജ്യം തൊട്ടപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടുന്ന് ഗ്രാഫ് തുടങ്ങുന്നത് ഈ പോയിന്റ് 1 ആണെന്നിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇടത്തെ സൈഡ് എന്താ, ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ മൈനസ് എഫ് ഓഫ് എക്സ്. സീറോ മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇതിങ്ങനെയാണ് വിചാരിച്ചത്. ഗ്രാഫിനെ ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ, മൈനസ് എക്സ് ആയിക്കോട്ടെ. ആൻഡ് 1 വേണ്ട, ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഈ ഗ്രാഫ് ഇവിടെ വരെ വന്ന് സീറോയിലേക്ക് വന്ന്, അപ്പോൾ ലിമിറ്റ് എക്സ്റ്റൻസ് സീറോ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് സീറോ വരും. സീറോൻ്റെ ഇമേജ് എത്രയാണ്, പൂജ്യത്തിൻ്റെ ഇമേജ് 0. പക്ഷേ പൂജ്യത്തെ തൊട്ട വലത്തെ സൈഡുള്ള സാധനത്തിന് ഇമേജ് എടുത്തേക്കാണ് പോയിക്കേ, ലിമിറ്റ് എക്സ്റ്റൻസ് സീറോ പ്ലസ് എഫ് ഓഫ് എക്സ്. അത് എടുത്തേക്കാണ് പോയത്, അത് 1ലേക്ക് പോയി. പൂജ്യത്തിന് തൊട്ട വലത്തെ സൈഡുള്ള സാധനം എടുത്തേക്ക് പോയി, 1ലേക്ക് പോയി. അപ്പോൾ ഇടത്തെ സൈഡ് ഇങ്ങനെ താഴെ കറക്റ്റായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. വലത്തെ സൈഡ് മുകളിലോട്ടേക്ക് 1ലേക്ക് ജമ്പ് ചെയ്ത് പോയി. അപ്പോൾ ഇടത്തെ സൈഡും ഈ വലത്തെ സൈഡും തമ്മിലുള്ള ആ ജമ്പില്ലേ, ആ ജമ്പ് എത്ര ഡിസ്റ്റൻസ് ആണല്ലേ, 1 യൂണിറ്റ് ഉണ്ട്. 1 യൂണിറ്റ് ഡിസ്റ്റൻസിൽ ജമ്പ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിനെ വിളിക്കും ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി. ഇടത്തെ സൈഡും വലത്തെ സൈഡും തമ്മിൽ 1 യൂണിറ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ വിളിക്കും ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. അപ്പോൾ ഈ കേസിൽ ഇടത്തെ സൈഡും വലത്തെ സൈഡും നോട്ട് ഈക്വൽ, പക്ഷെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ രണ്ടും തമ്മിൽ 1 യൂണിറ്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മളെന്ത് വിളിക്കുന്ന പേര്, ജമ്പ് ചെയ്ത് പോയി, 1 യൂണിറ്റ് ജമ്പ് ഡിഫറൻസ് ഉണ്ട്. ഇതാണ് ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി ഫസ്റ്റ് കൈൻഡ്. ഇനി നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി സെക്കൻഡ് കൈൻഡ് പഠിക്കണം. ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ്. എന്താ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ,
ഡിസ്കണ്ടിന്യൂ സെക്കൻഡ് കൈൻഡിൽ നമ്മൾ ഇത് ഡിസ്കണ്ടിന്യൂ സെക്കൻഡ് കൈൻഡ് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് ഇടാം. ഇത് കുറച്ച് ലെങ്ത് കൂടി വീഡിയോ. ഓക്കെ, സെക്കൻഡ് കൈൻഡ് അടുത്ത വീഡിയോയിൽ ഇടാം.